പ്രൈവി വാഷ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ട്രെയിനിങ്ങിൽ നിങ്ങൾ സ്ത്രീകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തി ഇത് കാണേണ്ടതാണ്. അപ്പം എന്തിനാണ് ഈ ഒരു പ്രൈവറ്റ് ഭാഗത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മളുടെ ഫേസിന്റെ, ഇപ്പൊ പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ അല്ലെ രോമത്തിന്റെ കാര്യം അല്ലെ, ആക്റ്റീവ് ഫ്രഷ് ജെല്ലിന്റെ കാര്യം പറഞ്ഞു, സ്കിൻ കെയർ പറഞ്ഞു, ഫേസ് കെയർ പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംരക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് സ്വകാര്യ ഭാഗം അല്ലെങ്കിൽ വജൈന എന്ന് പറയുന്ന ഒരു ഭാഗം. എന്തുകൊണ്ടാണ് ആ ഒരു ഭാഗത്തെ ഇത്രയധികം സംരക്ഷിക്കണം എന്ന് പറയുന്നത്? കാരണം അതൊരു നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ഈ പറയുന്ന ഭാഗം, വജൈനയുടെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനെല്ലാം സ്വാഭാവികമായിട്ടും ഒരു രോഗപ്രതിരോധ ശേഷി ഉണ്ട് അല്ലെ. എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഈ വജൈനൽ ഏരിയന്റെ അവിടെയും. ആ ഒരു ഏരിയയുടെ pH എന്ന് പറയുന്നത് 3.5 മുതൽ 4.5 ആണ്. അതായത് അസിഡിക് pH ആണ്. 3.5 മുതൽ 4.5 ആണ് അവിടുത്തെ pH. അതായത് അസിഡിക് pH ആണ്, മറക്കരുത്. അപ്പം അവിടെയുള്ള ആ ഒരു അസിഡിക് pH, എന്തിനാണ് അസിഡിക് pHന്റെ ആവശ്യം എന്താണ്? കാരണം അവിടെ ഒരു ബാക്ടീരിയാസ് അവിടെയുണ്ട്. ആ ബാക്ടീരിയയാണ് ലാക്ടോബാസിലൈ ബാക്ടീരിയ. ആ ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അസിഡിക് ആയിട്ടുള്ള ഒരു pHലാണ് ഇരിക്കുന്നത്. എന്തിനാണ് അസിഡിക് pHൽ ഉണ്ടാവുന്നത്? കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതായിട്ടുള്ള ആ ഒരു ബാക്ടീരിയാസ് ഒന്നും അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയും അതുവഴി ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രൊട്ടക്ഷൻ, അവിടെ ഒരു സംരക്ഷണം നൽകണം വേണ്ടേ? അതിനായിട്ടാണ് ആ ഒരു ഭാഗത്തെ, ആ ഒരു സ്വകാര്യ ഭാഗത്തെ വജൈനൽ ഏരിയയുടെ pH ആസിഡിക് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇനി പറയുന്ന ആസിഡിക് pHൽ അല്ലാതെ ഇരിക്കുമ്പോൾ ഇനി പലതരത്തിലുള്ള സോപ്സ് ഒക്കെയും അവിടെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് സ്ത്രീകൾ. അപ്പൊ അത്തരത്തിൽ ഈ ഉപയോഗിക്കുന്ന സോപ്പിന്റെ ഒക്കെ pH എന്ന് പറയുന്നത് എത്രയാണ്? 8 മുതൽ 10 വരെയൊക്കെയാണ് അതിന്റെ pH എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ആൽക്കലൈൻ pH ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ആ ഒരു ഭാഗത്തിന് എന്ത് pH ആണ് വേണ്ടത്? ആസിഡിക് pH ആണ് വേണ്ടത്. പക്ഷെ ലഭിക്കുന്നുണ്ടോ സോപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും? ഒരിക്കലുമില്ല. അതുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് സ്ത്രീകൾ വന്ന് പറയാറുള്ളത്. ഭയങ്കരത്തിൽ ചൊറിച്ചില് ആ ഭാഗങ്ങളിൽ അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഭയങ്കര ഒരു ഫൗൾ ഓർഡർ അല്ലെ, ഒരു ദുർഗന്ധം ആ ഒരു ഭാഗത്ത് നിന്നും വരാറുണ്ട്. ഡിസ്ചാർജസ്, പലതരത്തിലുള്ള വെള്ള വൈറ്റിഷ് ഡിസ്ചാർജുകളും ഒക്കെയാണ് എന്താണ് നമ്മൾ ആ ഒരു ഭാഗം കൃത്യമായിട്ട് ശുചിത്വമായിട്ട് നല്ല ശുചിയായിട്ട് കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞു അല്ലെ, കോമൺ ആയിട്ടും സോപ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിന്റെ pH ഇതിനേക്കാളും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഒരു കാരണവശാലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. സോപ്പ് ഉപയോഗിക്കുകയാണ് എങ്കിൽ ആ ഒരു pHന് തന്നെയാണ് തകരാറ് വരുന്നത്. നമ്മുടെ ശരീരത്തിന് ആ ഒരു ഭാഗത്ത് ആവശ്യമായിട്ടുള്ള ഗുഡ് ബാക്ടീരിയാസ്, നല്ല ബാക്ടീരിയാസ് ആയിട്ടുള്ള ലാക്ടോബാസിലൈ ബാക്ടീരിയാസിനെയാണ് അത് നശിപ്പിക്കുന്നത്. ഈ ലാക്ടോബാസിലൈ ബാക്ടീരിയ അവിടെ നശിച്ചു എന്നുണ്ടെങ്കിൽ എന്ത് വരും? അവിടെ ഇൻഫെക്ഷൻ, ഭാവിയിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഒരു കാരണവശാലും ആ ഒരു ഭാഗത്ത് സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്താണ്? ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. കോട്ടൺ അണ്ടർ ഗാർമെന്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫിസിക്കൽ ആക്ടിവിറ്റിക്കൊക്കെ ശേഷം ആ ഒരു ഭാഗം കൃത്യമായിട്ട് ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് സുഗാനാറ്റ 160 NC എന്ന് പറയുന്നത്. അത് നാച്ചുറൽ സർഫക്റ്റന്റ് ആണ്, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒന്നാണ്. അതായത് ആ ഒരു ഭാഗം ഞാൻ പറഞ്ഞു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. ആ ഒരു ഭാഗത്ത് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ളത് വേണം അവിടെ ഉപയോഗിക്കാനായിട്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചാർട്ടില് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും താഴെയാണ് സുഗാനാറ്റെ 160 NC എന്ന് പറയുന്നത് ഉള്ളത്. അതായത് അത് ഒരു തരത്തിലുമുള്ള സൈഡ് എഫക്ട്സോ ഒന്നും നമ്മുടെ സ്കിന്നിൽ അത് കാരണം അതുമൂലം ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെ അത് എന്തിനേയും കൂടി പ്രിവെന്റ് ചെയ്യുന്നു? വളരെയുള്ള ആ ഒരു ഡ്രൈനെസ്സിനെയും കൂടി പ്രിവെന്റ് ചെയ്യുന്നു, ഈർപ്പത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നു, അവിടെയുള്ള ആ ഒരു pHനെയും നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നു.
അടുത്തതാണ് കോക്കനട്ട് ഓയിൽ, നമ്മുടെ തേങ്ങ വെളിച്ചെണ്ണയിൽ നിന്നും വേർതിരിച്ച് എടുത്തിട്ടുള്ള കോള ലിപ്പിഡ് സിയും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ ബെനിഫിറ്റ്സ്, ഇതിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഒരു തരത്തിലും നമ്മുടെ അവിടെയുള്ള സ്കിന്നിന് ഇറിറ്റേഷൻ വരുത്തുന്നില്ല. ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളുണ്ട്. വളരെ നല്ല രീതിയിൽ ആ ഒരു ഭാഗത്തെ ക്ലീൻ ചെയ്യാനായിട്ടും വളരെ സേഫ് ആയിട്ടും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അടുത്തതാണ് ലാക്ടിക് ആസിഡ്, പാലിൽ നിന്നും എടുത്തിട്ടുള്ള ലാക്ടിക് ആസിഡ്. ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു ഭാഗത്ത് ലാക്ടോബാസിലൈ ബാക്ടീരിയാസ് ഉണ്ട് എന്ന്. അപ്പം അത് ലാക്ടിക് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്. അതുവഴിയാണ് ആ ഒരു ഭാഗത്തെ pH കൃത്യമാക്കിക്കൊണ്ട് പോകുന്നത്. അപ്പം അതിലും കൂടി നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യണ്ടേ? അതിനായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ, നമ്മുടെ പ്രൈവി വാഷിൽ എന്ത് ചേർത്തിട്ടുള്ളത്? ലാക്ടിക് ആസിഡ് ചേർത്തിട്ടുള്ളത്. അതുവഴി അവിടെയുള്ള നല്ല ബാക്ടീരിയാസിന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നു, ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് ചേർത്തിട്ടുള്ളത്? മിനറൽസ് ചേർത്തിട്ടുണ്ട്. പറഞ്ഞിരുന്നു നമ്മുടെ സ്കിൻ കെയറിന്, നമ്മുടെ ബോഡി കെയറിന്, പുരുഷന്മാരുടെ ഷേവിംഗ് ജെല്ലിലും ഒക്കെയും ഈ പറയുന്ന മിനറൽസ് ചേർത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു സ്വകാര്യ ഭാഗത്തെ സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സിന്റെ ശുചിത്വത്തിന് വേണ്ടിയിട്ടും എന്ത് ചേർക്കണം? മിനറൽസ് ചേർക്കണം. അതിനായിട്ട് വേണ്ടിയിട്ടാണ് സിങ്ക്, കോപ്പർ, മെഗ്നീഷ്യം ഇതിൽ ചേർത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉള്ളതാണ് അക്വാക്സൈൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ത് കർമ്മമാണ് അക്വാക്സൈൽ ചെയ്യുന്നത്? അത് നമ്മുടെ സ്കിന്നിലുള്ളത്, ഞാൻ മുൻപുള്ള സെക്ഷനിൽ പറഞ്ഞിരുന്നു, ഈ കാണുന്നതാണ് നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ഫാക്ടർ എന്ന് പറയും. അതായത് NMF, നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു ഈർപ്പത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഫാക്ടർ. അപ്പം അതിന്റെ അളവിനെ വർദ്ധിപ്പിക്കുകയാണ് അക്വാക്സൈൽ ചെയ്യുന്നത്. അതുവഴി ആ ഒരു ഭാഗത്ത് ഡ്രൈനെസ് ഒന്നും വരാതെ ആ ഒരു സ്കിന്നിനെ വളരെ നല്ല രീതിയിലാണ് സംരക്ഷിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സൾഫേറ്റ് ഫ്രീ ആണ്, പാരാബിൻ ഫ്രീ ആണ്, ഡയോക്സൈൻ ഫ്രീ ആയിട്ടുള്ള ഒന്ന് ആണ്. ഓക്കെ, അപ്പം ഇത് എല്ലാ തരത്തിലുള്ള സ്കിന്നിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നില്ല. ദീർഘകാലങ്ങളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ മൈൽഡ് ആയിട്ടുള്ളതാണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൈവി വാഷ് എന്ന് പറയുന്നത്. ഇനിയും എന്തൊക്കെയാണ് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കാനായിട്ടുള്ളത്, അവിടുത്തെ pH എന്ന് പറയുന്നത് 3.5 മുതൽ 4.5 ആണ്. അതിനെ കൃത്യമാക്കി കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു അവിടെയുള്ള ഹെൽത്തി ബാക്ടീരിയാസ്, ലാക്ടോബാസിലൈ ബാക്ടീരിയാസിന്റെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കുന്നു, അതിന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നു. അതുമൂലം അതിന്റെ തകരാറ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വജൈനോസിസ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ. അതൊന്നും വരാതെ സംരക്ഷിക്കുന്നു. ആ ഒരു ഭാഗത്ത് അല്ലെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഈർപ്പത്തെ നൽകുന്നു. അതുവഴി ഇറിറ്റേഷൻസോ ചൊറിച്ചിലോ അൺപ്ലസന്റ് ആയിട്ടുള്ള ദുർഗന്ധമോ ഒന്നുമില്ലാതെ തരുന്നു. നിങ്ങൾക്ക് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഇതുവഴി തരുന്നത്. അപ്പൊ പ്രത്യേകിച്ചും നിങ്ങൾക്ക് സ്ത്രീകൾക്ക് മെൻസ്ട്രേറ്റിംഗ് സമയത്ത്, പീരീഡ്സിന്റെ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം പീരീഡ്സിന്റെ സമയത്ത് ആ ഒരു മെൻസ്ട്രൽ ബ്ലഡിന്റെ pH കുറച്ചുകൂടി കൂടുതലാണ്. അപ്പം ആ ഒരു pH എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്കിന്നിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു pHന്റെ താളം തെറ്റിക്കുകയാണ് പീരീഡ്സിന്റെ സമയത്ത് ചെയ്യുന്നത്. അപ്പം ആ ഒരു സമയത്ത് സ്വകാര്യ ഭാഗത്തിന്റെ സംരക്ഷണം വളരെ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയിട്ടാണ് നിങ്ങൾ പരിപാലിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മെൻസ്ട്രേറ്റിംഗ് സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പ്രഗ്നൻസിക്ക് ശേഷവും ഉപയോഗിക്കാവുന്നതാണ്. അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഡെലിവറിക്ക് ശേഷവും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഫിസിക്കൽ കോണ്ടാക്ടിന് ശേഷവും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു ഭാഗത്തെ സംരക്ഷണം സ്ത്രീകൾ എല്ലാവരും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്രകാരമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഒരു 10 ml വീതമാണ് കൈകളിലേക്ക് എടുക്കേണ്ടത്. നല്ലപോലെ ആ ഒരു ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം കഴുകി കളയാവുന്നതാണ്. രാവിലെയും രാത്രിയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരിക്കലും കണ്ണിലേക്ക് കോണ്ടാക്ട് വരാതിരിക്കുക. ഇത് ഒരിക്കലും അകത്തേക്ക് കഴിക്കാനുള്ളതല്ല. അറിയാതെ പോലും അകത്തേക്ക് പോകരുത്. ഇത് എക്സ്റ്റേണൽ യൂസിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്.
അപ്പൊ അത്രയുമാണ് നമ്മുടെ പ്രൈവി വാഷിനെ പറ്റി പറയാനുള്ളത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്, ഇതിന്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇത് സൾഫേറ്റ് ഫ്രീ ആണ്. സൾഫേറ്റ് ഫ്രീ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം സൾഫേറ്റ് ചേർന്നടങ്ങിയ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്കിൻ ഇറിറ്റന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഡയോക്സിൻ ഫ്രീ ആണ്. ഡയോക്സിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദീർഘകാലങ്ങളായിട്ട് ഡയോക്സിൻ ചേർന്ന പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിന് കുറച്ചൊരു കാർസിനോജനിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ക്യാൻസർ സെൽസിനെ വർദ്ധിപ്പിക്കുന്നതിലൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഡയോക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഡയോക്സിനും ഇല്ല, സൾഫേറ്റും ഇല്ല. അപ്പം ബാക്കിയുള്ള പ്രൊഡക്ട്സ്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, സ്ത്രീകൾക്ക് അറിയാവുന്നതാണ്. അത്തരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിലൊക്കെ ഡയോക്സിൻ ചേർന്ന് വരുന്ന പ്രൊഡക്ട്സ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു മാരകമായിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ നമ്മുടെ പ്രൈവി വാഷിൽ ആഡ് ചെയ്തിട്ടില്ല. വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന